പത്തനംതിട്ടയിലെ അടവിയിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സമൃദ്ധമായ സസ്യജാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കോന്നി ആന പരിശീലന കേന്ദ്രമാണ് ഇത്. അടവി ഇക്കോ ടൂറിസം സെന്ററിന്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സന്ദർശകർക്ക് ആനകളുമായി അടുത്ത അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു സവിശേഷവും ആകർഷകവുമായ സ്ഥലമാണിത്. സമ്പന്നമായ ചരിത്രത്തിനും ആനകളുടെ ക്ഷേമത്തിനും പരിശീലനത്തിനുമുള്ള സമർപ്പണത്തിനും പേരുകേട്ട ഈ ആന പരിശീലന കേന്ദ്രം വന്യജീവി പ്രേമികൾ, പ്രകൃതി സ്നേഹികൾ, കേരളത്തിലെ ഗാംഭീര്യമുള്ള ആനകളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നിവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. കോന്നി ആന പരിശീലന കേന്ദ്രത്തിന് 1942 മുതൽ ആരംഭിച്ച ഒരു നീണ്ടതും ചരിത്രപരവുമായ ചരിത്രമുണ്ട്. കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇത് സ്ഥാപിതമായത്. ഒരു കാലത്ത് കേരളത്തിൽ സാധാരണമായിരുന്ന ഒരു രീതി ഇന്ന് ആനകളുടെ പരിചരണത്തിലും പുനരധിവാസത്തിലും അവയുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലും സംരക്ഷണ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആനക്കൂട്ടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നും മുറിവേറ്റതും വേർപിരിഞ്ഞതുമായ ആനകളെ ഇവിടെ കൊണ്ടുവരുന്നു. ആനകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള പരമ്പരാഗത രീതികളെക്കുറിച്ച് ഇവിടുത്തെ പരിശീലകർക്ക് പരിചിതമാണ്. കുഞ്ഞുങ്ങളെയും മുതിർന്ന ആനകളെയും പരിശീലിപ്പിക്കുന്നതിന് അവർ വ്യവസ്ഥാപിത രീതികൾ പിന്തുടരുന്നു. അങ്ങനെ അവയെ പരിശീലന കേന്ദ്രത്തിൽ താമസിപ്പിക്കാൻ ശീലമാക്കുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ആനകളുമായി ഇടപഴകാനും ആന സഫാരി ആസ്വദിക്കാനുമുള്ള അവസരമാണ്. ഈ അതുല്യമായ അനുഭവം സന്ദർശകർക്ക് ഈ മനോഹരമായ ജീവികളുടെ സൗമ്യ സ്വഭാവവും ബുദ്ധിശക്തിയും വിലമതിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് കേന്ദ്രത്തിന് ചുറ്റുമുള്ള നിബിഡ വനങ്ങളിലൂടെ ഒരു ഗൈഡഡ് ആന സഫാരി നടത്താം. ആനകൾക്ക് ഭക്ഷണം നൽകുന്നതിലും അവയ്ക്ക് പഴങ്ങളും മറ്റു ട്രീറ്റുകളും നൽകുന്നതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. കൂടാതെ സമീപത്തുള്ള നദിയിൽ ആനകൾ കുളിക്കുന്നത് കാണുന്നത് ഒരു മനോഹരമായ അനുഭവമാണ്. ഇത് ആനക്കൂട്. ആനകളെ പറപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഈ ഭീമാകാരമായ മരക്കൂട് ഉപയോഗിക്കുന്നു. 1942 സ്ഥാപിതമായ ഈ പരിശീലന കേന്ദ്രത്തിന് ആനകളെ പരിശീലിപ്പിക്കുന്നതിന് പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച ചരിത്രമുണ്ട്. ഇത് ആന മ്യൂസിയമാണ്. കേരളത്തിലെ ആനകളുടെ ചരിത്രം, ജീവശാസ്ത്രം, സാംസ്കാരിക പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു.
പാപ്പാന്മാർ ഉപയോഗിക്കുന്ന പരമ്പരാഗത ഉപകരണങ്ങൾ, പുരാതന കൈയെഴുത്തു പ്രതികൾ, ചരിത്ര ഫോട്ടോഗ്രാഫുകൾ എന്നിവയുൾപ്പെടെ ആനകളുമായി ബന്ധപ്പെട്ട വിവിധതരം പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആനകളുടെ ശരീരഘടന, പെരുമാറ്റം, സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ മ്യൂസിയത്തിലുണ്ട്. ആനകളുടെ ജീവിതചക്രം, അവയുടെ ആവാസ വ്യവസ്ഥ, കാട്ടിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് സന്ദർശകർക്ക് പഠിക്കാൻ കഴിയും. പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ഔഷധ സസ്യങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ ഇക്കോ സ്റ്റോറിൽ ലഭ്യമാണ്. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.